നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദാറുൽ ഹുദ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയെ രൂക്ഷമായി വിമർശിച്ച CPM. ഇന്ന് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് CPM ഏരിയ കമ്മിറ്റി അംഗമായ അഡ്വക്കസി ഇബ്രാഹിംകുട്ടി രൂക്ഷമായി വിമർശിച്ചത്. ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മുസ്ലിം ലീഗിൻ്റെ കോളാമ്പിയാണെന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ടുള്ള ക്രിമികടിയുള്ള ആളാണ് അദ്ദേഹമെന്നും ഇബ്രാഹിംകുട്ടി വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് മുഹമ്മദ് നദ്വിയെന്നും അല്ലെങ്കിൽ നദ്വിക്ക് ഉറക്കം വരില്ലെന്നും ഇത്തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ എന്ത് നേട്ടമുണ്ടാക്കുന്നുവെന്ന് അറിയില്ലെന്നും നദ്വി മുസ്ലിം ലീഗിൻ്റെ കോളാമ്പിയായി സംസാരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നദ്വിയെ സംബന്ധിച്ചിടത്തോളം നദ്വിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ. ചുവന്ന കൊടി കണ്ടാൽ ചില ആളുകൾക്ക് ആലിളകും എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായി കൊണ്ട് നേരം കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോ ഒരു ഇടക്ക് അതിനൊരു ഇടക്കാൽ ആശ്വാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മളൊരു ചെറിയ കടി തിന്നുന്ന പോലെയാണ് ഇടക്കിടക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വൈസ് ചാൻസലർക്ക് ഉറക്കം വരൂല. അത് എന്തായിരിക്കണം? അത് മാർക്സിസ്റ്റ് വിരുദ്ധമാവണം. ആ മാർക്സിസ്റ്റ് വിരുദ്ധമാകുമ്പോ ഈ നദ്വിക്ക് ഏതൊക്കെ രൂപത്തിലേക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വൈസ് ചാൻസലർ നദ്വി മനസ്സിലാക്കി പോവേണ്ടത്, ഈ നദ്വി ഇരിക്കുന്ന വൈസ് ചാൻസലർ ഇരിക്കുന്ന ഈ സ്ഥാപനവും ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള സകല മതപണ്ഡിത സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പുതുക്കി പണിയുന്നതിനും ഇന്ത്യ രാജ്യത്ത് വിലക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നമ്മുടെ കേരള സംസ്ഥാനത്ത് മലബാർ പ്രദേശത്ത് ഏതാണ് കാലഘട്ടം? ആ കാലഘട്ടമാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ മലബാർ മേഖലയിലെ ഖിലാഫത്ത് പ്രസ്ഥാനവും അതേപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചരിത്രം വായിച്ചാൽ നദ്വിക്ക് മനസ്സിലാകും. നദ്വിക്ക് വായിക്കാൻ അറിയാത്ത ആളല്ല, കാരണം ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് ഈ നദ്വി എന്നുള്ളത് കൊണ്ട് നദ്വിക്ക് കൃത്യമായി കൊണ്ട് ധാരണ ഉണ്ടാവും. എന്താണ് അന്നുണ്ടായത് നമുക്കറിയാം. പള്ളികളിലും ഒത്തുപള്ളികളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ കൂടുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അത്തരം മുസ്ലിം മതശാലകൾ പുതുക്കി പണിയുന്നതിന് ഗവൺമെന്റിന് മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാതെ നടക്കില്ല എന്ന് ഒരു നിയമം കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്താണ്. ആരാ നിയമം ഒഴിവാക്കിയത്? 1947 ആഗസ്റ്റ് 15 കേരളം രൂപീകൃതമായിട്ടില്ല. പക്ഷെ എന്തുണ്ട്? കേരളം രൂപീകരിച്ച കേരളത്തിന്റെ ഭൂപ്രദേശമായ മലബാർ പ്രദേശം ഈ പ്രദേശത്തുണ്ട്. അന്ന് മലബാർ പ്രദേശം ഏത് ഗവൺമെന്റ് കീഴിലാ? ഈ മദിരാശി ഗവൺമെന്റ് കീഴിലാ. ആ മദിരാശി ഗവൺമെന്റ് കീഴിൽ ഇവിടുന്ന് മുസ്ലിം ലീഗിന് 5ഉം 6ഉം MLA സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് മലബാർ. അന്നൊന്നും നിങ്ങൾക്ക് ഈ ബഹുമാനപ്പെട്ട നദ്വി ഇരിക്കുന്ന ഈ സ്ഥാപനവും ആരാധനകളും പുതുക്കി പണിയുന്നതിന് ലൈസൻസ് ഈ അനുമതി വേണം എന്നുള്ള ഗവൺമെന്റിന്റെ ഈ കറുത്ത കരി നിയമങ്ങൾ പിൻവലിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാധിച്ചിട്ടില്ല. ആർക്കാ സാധിച്ചത്? ഇന്ന് നിങ്ങൾക്കറിയാം, നദ്വിക്ക് സമയം കിട്ടുമ്പോ ഒന്ന് പുലാമന്തോൾ പോയി നോക്കണം. അവിടെ ഒരു പള്ളിയുടെ പേര് EMS മസ്ജിദാണ്. എന്താണ് EMS മസ്ജിദ് എന്ന് ആ പള്ളിക്ക് പേരിട്ടത് എന്ന് ബഹുമാനപ്പെട്ട നദ്വി ഒന്ന് പോയി നോക്കണം. അത് ഇട്ടത് അന്ന് ഈ കരിനിയമം പിൻവലിക്കുന്നതിന് അവിടുത്തെ മുസ്ലിംമാർ മതപണ്ഡിതന്മാർ, അത് യഥാർത്ഥ മതപണ്ഡിതന്മാരാണ്. മുസ്ലിം ലീഗിന് വേണ്ടി കോളാമ്പി ആയി സംസാരിക്കുന്ന നദ്വിയെ പോലുള്ള പണ്ഡിതന്മാരല്ല, അത് യഥാർത്ഥ പണ്ഡിതന്മാരാണ്. അവര് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMSനോട് പറഞ്ഞപ്പോ EMSനോട് ചോദിച്ചത്, നിങ്ങൾ എന്നാണ് തിരുവനന്തപുരത്തെത്തിയ എന്താണ്? അപ്പൊ EMS പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഞാൻ എത്തുന്ന സമയം നിങ്ങൾക്ക് അറിയേണ്ടത്? ഞങ്ങൾക്ക് വന്ന സഖാവിനെ കാണാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കരിനിയമം പിൻവലിക്കുന്നതിന്. അങ്ങനെ അപ്പൊ EMS പറഞ്ഞത്, നിങ്ങളാരും വരണ്ട. എന്ത് മതി? എനിക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള സമയം മതി. ആ സമയം അവിടെ പോയാൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്ര ഇന്ത്യയിലുള്ള ഈ നിയമം പിൻവലിക്കുന്നതിന് വേണ്ടത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത്
ആരല്ല? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അല്ല, ഈ നദ്വി അടക്കം പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ആയിട്ടുള്ള സഖാവ് EMS എന്ന് പറയുന്ന നമ്മുടെ പെരിന്തൽമണ്ണ സ്വദേശമായിട്ടുള്ള സഖാവാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അന്നത്തെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അത് പിന്നീടാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേര് വന്നത് എന്ന് നദ്വി ഇടയ്ക്കെങ്കിലും ചരിത്രം വായിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെയും വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.